من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. اتقوا الله عباد الله. ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മുടെ കൽപ്പറിയുന്ന, നമ്മുടെ മനസ്സറിയുന്ന, നമ്മളോട് ഏറെ കാരുണ്യവും സ്നേഹവുമുള്ള റബ്ബുൽ ഇസ്സത്തിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ ഒരു വർഷം നമുക്ക് ജീവിക്കുവാൻ അവസരം നൽകിയിട്ട് ഒരു വർഷം നമ്മിൽ നിന്ന് പിന്നിടുമ്പോൾ പ്രിയപ്പെട്ടവരെ, വിശ്വാസികൾക്ക് ഒരുപാട് ചിന്തിക്കുവാനുണ്ട്, മനസ്സിലാക്കുവാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂലോകത്ത് വെച്ച പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പടച്ച റബ്ബ് ഇവിടെ സംവിധാനിച്ച ഓരോ വിഷയങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമീപനം എങ്ങനെയായിരുന്നു എന്നുള്ളത് വലിയ ഒരു കാര്യമാണ്. ഈ ഒരു പുതുവർഷത്തിലേക്ക്, ഹിജ്റ വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ വിശ്വാസികളായ നമ്മുടെ മനസ്സിൽ വരേണ്ടുന്ന 2-3 പ്രധാനപ്പെട്ട ചിന്തകളുണ്ട്. ഒന്നാമത്തെ ചിന്ത എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമ്മളും മരണത്തിലേക്ക് അടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് നിശ്ചയിച്ചു വെച്ച ആ അവധിയിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അക്സിറൂ ദിക്റ ഹാദിഹിൽ ലദാത്ത്, എല്ലാവിധ ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ കുറിച്ച് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ആലോചിക്കണേ എന്നാണ്. എത്രയെത്ര വാർത്തകളാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കേൾക്കുന്നതും അറിയുന്നതും. എത്രയോ മരണ വാർത്തകൾക്ക് സാക്ഷികളായിട്ടുള്ള ആളുകളാണ് ഈ പറയുന്ന ഞാനും നിങ്ങളും. എത്രയോ മയ്യിത്തുകളെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയവരാണ്, നമസ്കരിച്ചവരാണ്, മയ്യിത്ത് കുളിപ്പിച്ചവരാണ്, ഖബറിലേക്ക് എടുത്തു വെച്ചവരാണ്. പക്ഷേ ജീവിതത്തിൽ ഒരു ഓർമ്മ വന്നിട്ടുണ്ടോ, പഠിച്ചോനെ എനിക്കും ഇതുപോലെ ഒരു ദിവസം മടങ്ങേണ്ടവനാണ് എന്നുള്ള ബോധം? ആ ബോധം നമുക്കുണ്ടാകേണ്ട ഈ ഒരു സന്ദർഭത്തിൽ ഒരു വർഷം അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ട്. മറ്റൊരു വർഷത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, രണ്ടാമതായി നമുക്കുണ്ടാകേണ്ടുന്ന ചിന്ത, കഴിഞ്ഞുപോയ ഒരു വർഷം എന്റെ പരലോകത്തിന് വേണ്ടിയിട്ടാണോ ഞാൻ മാറ്റിവെച്ചത്? അതല്ല ഈഹലോക ജീവിതത്തിന്റെ നശ്വരമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണോ ഞാൻ മാറ്റിവെച്ചിട്ടുള്ളത്? എത്രയോ ആളുകളുണ്ട്, അവരുടെ മനസ്സിലുള്ള ചിന്ത എന്താണെന്നറിയോ? എങ്ങനെ ഈ ദുനിയാവിൽ അടിച്ചു പൊളിച്ച് ജീവിക്കണം, എങ്ങനെ സമ്പത്തുണ്ടാക്കണം, എങ്ങനെ സമ്പാദ്യമുണ്ടാക്കണം. ഇതിനപ്പുറം വരാനിരിക്കുന്ന ഭയാനകരമായി കൊണ്ടുള്ള രംഗങ്ങളെ കുറിച്ച് ആലോചിക്കുവാൻ, ഖബറിൽ പോയി കിടക്കേണ്ടുന്ന രംഗത്തെ കുറിച്ച് ആലോചിക്കുവാൻ, ഒരാളും സഹായിക്കാനില്ലാതെ പടച്ച റബ്ബിന്റെ മുമ്പിൽ മാത്രം ഒറ്റപ്പെട്ടു നിൽക്കേണ്ടി വരുന്ന ആ ഒരു ശ്രദ്ധ പോലും ഇല്ലാതെ താന്തോന്നികളായി ദുനിയാവുമായി ബന്ധപ്പെട്ട് മാത്രം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ പരിണിത ഫലം പ്രിയപ്പെട്ടവരെ ഏറെ പ്രയാസകരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, ഏ സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. മാത്രമല്ല വതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്, ഓരോ വ്യക്തിയും താൻ നാളേക്ക് വേണ്ടി എന്താണ് സമ്പാദിച്ചു വെച്ചിട്ടുള്ളത്, എന്തൊരു മുന്നൊരുക്കമാണ് ചെയ്തു വെച്ചിട്ടുള്ളതെന്ന് അവൻ നോക്കിക്കൊള്ളട്ടെ എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചതായിട്ടുള്ള കണക്ക് നമ്മുടെ അടുത്തുണ്ട്. വരാനിരിക്കുന്ന നമ്മുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ട ആവശ്യമായ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ നാളെ പരലോകത്തേക്ക് വേണ്ടുന്ന എത്ര അമലുകളാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ കരങ്ങളിലുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കണം, ആലോചിക്കണം. ആ ഒരു ആലോചന ഉള്ള വ്യക്തികൾക്ക് മാത്രമേ നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. ഓക്കെ, നിങ്ങൾ അതുകൊണ്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചത്, എത്ര നന്മ ചെയ്താലും എത്ര തിന്മ ചെയ്താലും നാളെ പരലോകത്ത് നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും എന്നുള്ളതാണ്. ആരും ഒരു അണുമണി തൂക്കം നന്മ ചെയ്തുവോ അവനത് കാണും. ആരും ഒരു അണുമണി തൂക്കം തിന്മ ചെയ്തുവോ അവനത് കാണും. എത്ര കൃത്യമായി കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ആ വിഷയം നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം പ്രവേശിക്കാനിരിക്കുന്ന ഈ മുഹറം മാസമുണ്ടല്ലോ, അത് ഏറെ പവിത്രമായ മാസമാണ്, അത് പാവനമായ മാസമാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പഠിക്കുവാൻ, ഒരുപാട് ചിന്തിക്കുവാൻ, ഒരുപാട് നന്മകൾ വാരിക്കൂട്ടുവാൻ ഒതുങ്ങുന്നതായിട്ടുള്ള ആ മാസത്തെ നമ്മുടെ സമൂഹം ഇന്ന് ചിത്രീകരിക്കുന്നത് ശകുനത്തിന്റെ നഹ്സിന്റെ ദിവസങ്ങളും മാസവുമായിട്ടാണ്. ചില പ്രത്യേകമായ അവസരങ്ങളിലൂടെ കണ്ട് അതിൽ നഹ്സിന്റെ ദിവസങ്ങളായി കാണുന്ന ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. മഹാനായ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് പറയുകയാണ്, ഇന്നല്ലാഹ ഇഫ്തതഹ സനത ബിശഹ്രിൻ ഹറാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വർഷത്തെ പവിത്രമായ മാസം കൊണ്ട് തുടങ്ങുന്നു, പവിത്രമായ മാസം കൊണ്ട് തുടങ്ങുന്നു. വഖതമഹാ ബിശഹ്രിൻ ഹറാം, ഒരു പവിത്രമായ മാസം കൊണ്ട് അതിനെ അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. നോക്കിയേ നിങ്ങള്, മുഹറം എന്നുള്ള പവിത്രമായ മാസം കൊണ്ട് തുടങ്ങി ദുൽഹിജ്ജ മാസത്തിൽ അത് അവസാനിപ്പിക്കുന്ന രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വർഷത്തെ ക്രമീകരിച്ചിട്ടുള്ളത് എന്നാണ്. അതുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയാണ്, ഇന്ന സമാന ഖദ് ഇസ്തദാര കഹൈഹതി യൗമ ഖലഖല്ലാഹു അസ്സമാവാതി വൽ അർള്. നിശ്ചയമായും കാലം അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിച്ച ദിവസത്തെ മാതിരി തിരിഞ്ഞു വന്നിരിക്കുന്നു. പടച്ച റബ്ബിന്റെ അധീനതയിൽപ്പെട്ട കാര്യമായിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അസ്സനതു 12 ശഹ്റാ, ഒരു വർഷം എന്ന് പറഞ്ഞാൽ 12 മാസമാകുന്നു. അർബഅത്തുൻ ഹുറും, അതിൽ 4 പവിത്രമാക്കപ്പെട്ട മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാസത്തിലെ 4 അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ മാസമാകുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സലാസുൻ മുതവാലിയാത്തുൻ, 3 തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന മാസമാണ് ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന മാസമാണ്. അതുപോലെ തന്നെ 4ാമത്തേത് എന്താണ്? ജുമാദക്കും ശഅബാനിനും ഇടയിലുള്ള റജബ് എന്നുള്ള മാസവുമാണ്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ ഈ 4 മാസത്തിൽ അല്ലാഹുവിന്റെ മാസം എന്ന് പടച്ച റബ്ബ് വിശേഷിപ്പിച്ച മാസമാണ് പ്രിയപ്പെട്ടവരെ മുഹറം മാസം എന്നുള്ളത്. ഇനി ആ മുഹറം മാസത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? അതിലേറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ മാസമാണ് മുഹറം മാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി എടുത്തു പറഞ്ഞ ഒരു കാര്യം. അതുപോലെ തന്നെ ഇസ്ലാമിക ഹിജ്റ കലണ്ടറിലെ 1ാമത്തെ മാസമാണ് മുഹറം എന്നുള്ളത് 2ാമത്തെ പ്രത്യേകത. 3ാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധത്തെ നിഷിദ്ധമാക്കിയ മാസം.
നാലാമത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയ മാസം. ഇത്രയേറെ ഫضലുകൾ നമ്മൾ ഇനി കടക്കാനിരിക്കുന്ന ഈ മുഹറം മാസത്തിൽ ഉണ്ട് പ്രിയപ്പെട്ടവരെ. അതിനാൽ ഈ മാസത്തിലെ നോമ്പിന് വലിയ പ്രതിഫലമുണ്ട്. എന്നാൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അഫ്ളലു സിയാം ബഅദ റമളാന ശഹ്റുല്ലാഹിൽ മുഹറം. റമളാൻ മാസത്തിലെ നോമ്പിന് ശേഷം ഏറ്റവും അഫ്ളലായ, ഏറ്റവും ശ്രേഷ്ഠകരമായ നോമ്പ് എന്നുള്ളത് ഈ മുഹറം മാസത്തിലെ നോമ്പാണ് എന്നുള്ളതാണ്. وأفضل الصلاة بعد الفريضة صلاة الليل. നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും അഫ്ളലായി കൊണ്ടുള്ള നമസ്കാരം എന്ന് പറഞ്ഞാൽ രാത്രി നമസ്കാരമാകുന്നു. ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ഈ ഹദീസ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ശഹ്റുല്ലാഹിൽ മുഹറം, അല്ലാഹുവിന്റെ മാസമായ മുഹറം മാസം. ഇങ്ങനെ പടച്ച റബ്ബ് പരിശുദ്ധ ഖുർആനിലൂടെ ഒരുപാട് വിഷയങ്ങൾ അല്ലാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞതായി കാണാൻ കഴിയും. അല്ലാഹുവിന്റെ ഒട്ടകം, അതുപോലെ തന്നെ ബൈത്തുല്ലാഹ്, അല്ലാഹുവിന്റെ വീട്, ഈ രൂപത്തിലുള്ള പ്രയോഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നോമ്പിന്റെ ഫضൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഈ നോമ്പിനുള്ള പ്രതിഫലം എന്താണ് പ്രിയപ്പെട്ടവരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, വസിയാമു യൗമി ആശുറാ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനതല്ലതി ഖബ്ല. ആശുറാ ദിനത്തിലെ ആ നോമ്പിന്റെ പ്രത്യേകത, ആ നോമ്പ് കൊണ്ട് കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻക്ക് പുറത്തു കൊടുക്കുമെന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങള് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. ആ പടച്ച റബ്ബിന്റെ വിശാലമായ നമ്മളോടുള്ള കാരുണ്യം എത്രയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആത്മാർത്ഥമായി കൊണ്ട് ആ മുഹറമിലെ നോമ്പിനെ എടുക്കാൻ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. മുഹറം 10 മാത്രമല്ല 9 നമുക്ക് ആ നോമ്പ് നോക്കാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ഹീന സ്വാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ആശുറാ വഅമറ ബിസിയാമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശുറായിൽ നോമ്പെടുക്കുകയും ആ നോമ്പെടുക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ സ്വഹാബത്ത് പറയുകയാണ്, ഖാലൂ യാ റസൂലല്ലാഹ് ഇന്നഹു യൗമൻ തുഅദ്ദിമുൽ യഹൂദു വന്നസ്വാറാ. അത് ജൂത ക്രൈസ്തവന്മാർ ഏറെ മഹൽവരിക്കുന്ന അഥവാ ഏറെ മഹത്വത്തോടു കൂടി കാണുന്ന ദിവസമല്ലേ മുഹറം 10 എന്നുള്ളത്. അപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഫഇദാ കാനൽ ആമുൽ മുഖ്ബിലു ഇൻഷാ അല്ലാഹു സുന്നാ യൗമ താസിഅ. അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് മുഹറം 9 കൂടി നാം നോമ്പെടുക്കുമെന്ന് പറഞ്ഞു. ഫലം യഅതിൽ ആമുൽ മുഖ്ബിലു ഹത്താ തുവഫി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, അടുത്ത വർഷം ആ നോമ്പിലേക്ക് എത്തുന്ന സന്ദർഭത്തിലേക്ക് എത്തുമ്പോഴേക്കും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിരുന്നു എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? മുഹറം 9 മുഹറം 10 ആ നോമ്പ് നമുക്ക് നോൽക്കാം. കഴിഞ്ഞു പോയ വർഷത്തെ പാപങ്ങള് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുമെന്ന് നമ്മളോട് പറഞ്ഞ, നമ്മളോട് പ്രഖ്യാപിച്ച ദിവസമാണ് ആ നോമ്പ് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ നന്മകള്, അതിന്റെ പവിത്രതകൾ നമ്മൾ മനസ്സിലാക്കുക. ദീനിന്റെ വിഷയങ്ങളിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധ കാണിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപത്തിൽ കർമ്മങ്ങൾ ചെയ്യുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد.
അയ്യുഹന്നാസ് ഊസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസൂയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മുഹറം മാസം എന്നുള്ളത് ഏറെ പവിത്രമായ മാസമാണ് എന്ന് നമ്മൾ പറഞ്ഞു. ആ പവിത്രമായ മാസത്തെ കൃത്യമായി മനസ്സിലാക്കുവാനും അതിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുവാനുമുള്ള ഒരു മനസ്സ് നമുക്ക് കൃത്യമായി കൊണ്ടുണ്ടാകേണ്ടതുണ്ട്. എന്നാൽ ഈ ഒരു പവിത്ര മാസത്തിലെ മുഹറം മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ അത് നഹ്സിന്റെ ദിവസങ്ങളാണ്, അത് ശകുനത്തിന്റെ ദിവസങ്ങളാണ്. അതിൽ നല്ല ഒരു കർമ്മവും വിവാഹം പോലെയുള്ള, അതുപോലെ തന്നെ കുടിയിരിക്കൽ പോലെയുള്ള, അതുപോലെ തന്നെ നല്ല യാത്രകൾ, ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു തെറ്റായ ധാരണയും ഒരു തെറ്റായ മെസ്സേജുകളും ഇന്ന് മുസ്ലിമീങ്ങൾക്കിടയിൽ ഏറെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ ഈ മാസത്തിലും അല്ലാത്തതിലുമൊക്കെ നഹ്സ് കൊണ്ടുവന്ന ആളുകൾ ഷിയാക്കളാണ്. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു മുഹറം 10 കർബലയിൽ വെച്ച് വധിക്കപ്പെട്ടപ്പോൾ ആ സന്ദർഭത്തിൽ ഷിയാക്കളാണ് ആ ദിവസത്തെ നഹ്സിന്റെ ദിവസമായിട്ട് അവർ കൊണ്ടുവന്നത്. അവർ ഏറെ ശബരമായിക്കൊണ്ടാണ് അതിനെ കാണുന്നതും അതിനെ പ്രചരിപ്പിക്കുന്നതും. ആ ഒരു രൂപത്തിലേക്ക് ഇന്ന് നമ്മുടെ മുസ്ലിം സമുദായത്തിലെ പല മതപണ്ഡിതന്മാർ പോലും അത് വലിയ കാര്യമായി കൊണ്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശഹ്റുല്ലാഹിൽ മുഹറം, മുഹറം എന്നുള്ളത് അല്ലാഹുവിന്റെ മാസം എന്ന് വിശേഷിപ്പിച്ച് നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ദിവസത്തിലെ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ആ മാസത്തിലെ എല്ലാ ദിവസങ്ങളും എല്ലാം ഒരുപോലെയാണ് കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കുക. അതിലൊന്നും നഹ്സിന്റെ ശകുനത്തിന്റെ ദിവസങ്ങളായി ഒരു ദിവസത്തെയോ അല്ലെങ്കിൽ ഒരു ആഴ്ചയെയോ കൊല്ലത്തെയോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിരുന്നില്ല എന്ന് ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കണം. നഹ്സ് എന്നത് തന്നെ പ്രിയപ്പെട്ടവരെ അനിസ്ലാമികമാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചിന്തിക്കുവാനോ അങ്ങനെ ആലോചിക്കുവാനോ പാടുള്ളതല്ല. എന്നിട്ട് എത്രയോ ആളുകൾ വർഷങ്ങൾ വരെ കാത്തിരുന്ന് ഒരു വീടുണ്ടാക്കിയിട്ട് ആ വീടിന്റെ പണി പോലും നടത്താൻ സമ്മതിക്കാതെ പ്രയാസമേറുന്ന വാർത്തകള് അവരുടെ ഹൃദയത്തിലേക്ക് ചൊരിഞ്ഞു കൊടുത്തിട്ട് എന്തൊക്കെ ഭീതിജനകമായ അവസ്ഥകൾ ഉണ്ടാക്കാൻ പറ്റുമോ, പറയാൻ കഴിയുമോ, അതൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് ആ നല്ല നല്ല കാര്യങ്ങൾ മുടക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മാതൃകയാക്കേണ്ടത് നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, ലാ തസുബ്ബു ദഹർ, നിങ്ങൾ കാലത്തെ നിങ്ങൾ പഴിക്കരുത്, നിങ്ങൾ കാലത്ത് നിങ്ങൾ ചീത്ത പിടിക്കരുത്. അത് വർഷമാകാം, ദിവസമാകാം, മാസമാകാം, അല്ലെങ്കിൽ വല്ല അവസ്ഥകളാകാം, എന്തുണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പാടില്ല, ദിവസത്തെയും അതുപോലെ തന്നെ കാലത്തെയും ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പഠിച്ചുകൊണ്ട് സംസാരിക്കാൻ പാടില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്ന നിഅമത്താണ് മഴ. അപ്പൊ നമ്മൾ യാത്രക്ക് പോകുമ്പോൾ ഒരു മഴ പെയ്തു, ആ മഴ പെയ്തപ്പോൾ നമ്മൾ പറയണം എന്തൊരു നശിച്ച മഴ, അല്ലെങ്കിൽ ഈ മഴ ഇപ്പൊ തന്നെ പെയ്യണോ, ആ രൂപത്തിലുള്ള സംസാരം ഒരു വിശ്വാസിയുടെ നാവിൽ നിന്ന് പോകാൻ പാടുള്ളതല്ല. നമ്മൾ യാത്ര തിരിക്കുകയാണ്, നമ്മുടെ ഉമ്മ അല്ലെങ്കിൽ നമ്മുടെ ഉപ്പ പിറകിൽ നമ്മളെ വിളിച്ചു മോനെ എന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ച് നമ്മൾ തിരിഞ്ഞു നോക്കി ഉമ്മയോട് സംസാരിച്ചു, ഉപ്പയോട് സംസാരിച്ചു. ഇനി ആ യാത്ര പോയാൽ എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടാകും, എനിക്ക് എന്തെങ്കിലും അപകടമുണ്ടാകും എന്ന് വിശ്വസിക്കാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടില്ല. ഇങ്ങനെ എത്രയെത്ര അന്ധവിശ്വാസങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ സമൂഹത്തിൽ നിലകൊള്ളുന്നത്. ആ അന്ധവിശ്വാസത്തിന്റെ പേരിൽ അതിൽ അകപ്പെട്ടു പോയി എത്രയോ ആളുകൾ സ്വന്തം മക്കളെപ്പോലും ബലി കൊടുക്കേണ്ടി വരുന്ന, സ്വന്തം മക്കളെപ്പോലും ഇല്ലാതായി കളയുന്ന രൂപത്തിലേക്ക് എത്തിപ്പെട്ടതായിട്ടുള്ള എത്രയോ വാർത്തകൾ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ കേട്ടവരാണ്. അന്ധവിശ്വാസത്തിന്റെ പിന്നാലെ പോകാൻ ഒരു വകുപ്പും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതിന്റെ ആവശ്യമില്ല. കാരണം അവന്റെ ജീവിതത്തിൽ അവൻക്കൊരു നന്മയുണ്ടോ അത്
അത് റബ്ബിൽ നിന്നാണ്. അവൻക്കൊരു തിന്മയുണ്ടോ, അത് റബ്ബിൽ നിന്നാണ്. അതല്ലേ പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടെയും ഒക്കെ വിശ്വാസം. അതല്ലാതെ മറ്റുള്ള ആളുകൾ പ്രചരിപ്പിക്കുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ വാർത്തകൾ കിട്ടുമ്പോഴേക്കും ഇസ്സത്തോടുകൂടി ജീവിക്കുന്ന നമ്മള്, പരിശുദ്ധ ദീൻ ഇസ്ലാമിന്റെ ആളുകളായിട്ടുള്ള നമ്മള് ആരൊക്കെയോ വിളിച്ചു നീട്ടിയ വാർത്തകൾ ജീവിതത്തിൽ കൊണ്ടുവന്ന് അതുപോലെ സഞ്ചരിക്കുന്ന ആളുകളായിട്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ മാറാൻ പാടുള്ളതല്ല. അതുകൊണ്ട് മുഹറം 1 മുതൽ 10 വരെ നഫ്സിന്റെ ദിവസമാണെന്ന് പ്രചരിപ്പിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുക്കുക, അല്ലാഹുവിന്റെ മാസമെന്ന് കൃത്യമായി പഠിപ്പിച്ച ആ മാസത്തിലെ എല്ലാ ദിവസങ്ങൾക്കും നന്മയാണ്, പ്രത്യേകിച്ച് അതിനൊരു പ്രശ്നവുമില്ല എന്നല്ല നല്ല ഒരു മനസ്സിലാക്കി കൊടുക്കുന്ന രൂപത്തിലുള്ള സംസാരം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. പ്രിയപ്പെട്ടത് നമ്മുടെ കുടുംബത്തിൽ വരെ ആളുകളുണ്ട്, ആ വിശ്വാസത്തിൽ ജീവിക്കുന്ന ആളുകൾ നമ്മുടെ കുടുംബത്തിലുണ്ട്, നമ്മുടെ കൂട്ടുകാരിലുണ്ട്. അതേ ഒരു സത്യം മനസ്സിലാക്കി കൊടുക്കൽ നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണല്ലോ. ആ രൂപത്തിൽ നമ്മളതിനെ കാണുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ദീൻ ഇസ്ലാമിന്റെ എല്ലാ അധ്യാപനങ്ങളെയും ജീവിതത്തിൽ കൃത്യമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായി കൊണ്ടുള്ള പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തുമാപ്പാക്കി തരുമാറാകട്ടെ. നാളെ ഒരു ഭാഗത്ത് സ്വർഗ്ഗത്തിലേക്കും മറ്റൊരു ഭാഗത്ത് നരകത്തിലേക്കുമാക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുവഹ്ഹിദുകളുടെ കൂടെ മുത്തഖീങ്ങളുടെ കൂടെ നമ്മെ സ്വർഗ്ഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ സാമ്പത്തിക മേഖലകളിൽ ഞങ്ങൾക്ക് നീ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, അപകടകരമായി കൊണ്ടുള്ള രോഗങ്ങളിൽ നിന്നും മരണങ്ങളിൽ നിന്നും അല്ലാഹുവേ നീ ഞങ്ങളേവരെയും കാത്ത് സംരക്ഷിക്കുമാറാകണേ. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ മുഖ്ലിസീങ്ങളുടെ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവേ നീ ഞങ്ങളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ. ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും മക്കളിൽ നിന്നും ഭർത്താക്കന്മാരിൽ നിന്നും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين.